ഈ അടുത്ത കാലത്ത് ഒരു മുസ്ലിം നാമധാരിയായ സ്ത്രീ വന്നിട്ട് പ്രത്യേകിച്ച് യൂട്യൂബ് വീഡിയോ വഴി കുറേ വ്യക്തികളെ അവഹേളിക്കുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്കെല്ലാവരെയും വിമർശിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. വിമർശിക്കാനോ സംസാര സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് സ്പീച്ചോ നഷ്ടപ്പെടുന്ന സമയം നമ്മളല്ലാതായിത്തീരും. ശക്തമായി വിമർശിക്കണം. ഇപ്പം ഏത് വിഷയത്തെക്കുറിച്ചും വിമർശിക്കണം. നിങ്ങളത് രാഷ്ട്രീയം, പാർട്ടികൾ, കോൺഗ്രസ്, വ്യക്തികൾ, സാമൂഹ്യ തലത്തിൽ നിൽക്കുന്നവർ, മതങ്ങൾ, അതിൻ്റെ തിയോളജി, ഫിലോസഫി ഒക്കെ ഇതിനെ വിമർശിക്കണം. അവഹേളനം വരുമ്പോൾ കാര്യങ്ങൾ മാറി. അവഹേളനം എന്നുള്ളത് ഇപ്പോൾ നിങ്ങളെ തന്നെ നിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിശ്വാസത്തെ ഞാൻ അവഹേളിച്ചാലോ, നിങ്ങളെ എൻ്റെ വിശ്വാസത്തെ അവഹേളിച്ചാലോ അത് വലിയൊരു തെറ്റാണ്. പക്ഷെ നിങ്ങൾക്ക് വിമർശിക്കാം. ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെയോ ഒരു മതത്തിൻ്റെ തിയോളജി പഠനങ്ങളെയോ വിമർശിക്കാം. എന്നാൽ ഈ സ്ത്രീ ചെയ്യുന്നത് വളരെ ഒരു മ്ലേച്ഛമായ വിമർശനം. പ്രത്യേകിച്ച് മുസ്ലിം വിട്ടുപോകുന്ന എക്സ് മുസ്ലിം ഈ സ്ത്രീ വന്നതോടുകൂടിയിട്ട് എക്സ് മുസ്ലിമിൻ്റെ കുത്തൊഴുക്കാണ്. ഇസ്ലാം വിചാരിക്കുന്നത്, അതായത് മുസ്ലിമിനെ കൊണ്ടു നടക്കാൻ വിശ്വസിക്കുന്ന അവരുടെ വ്യക്തികൾ വിശ്വസിക്കുന്നത് ഈ സ്ത്രീ ഇങ്ങനെ മ്ലേച്ഛമായി പറഞ്ഞാൽ ആ ഒരു കുത്തൊഴുക്ക് നിർത്താൻ സാധിക്കുമെന്നാണ് അവരുടെ അല്പബുദ്ധി കൊണ്ട് അവർ ചിന്തിക്കുന്നത്. എന്നാൽ നേരെ വിപരീതമായിട്ട് എല്ലാവരും വിട്ടുപോകുന്ന ഇതാണ്. ലോകം മൊത്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇസ്ലാമിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സ്ത്രീയോ അതുമല്ലെങ്കിൽ മൗദൂദി ചാനലൊക്കെ പറയുന്നത് കേട്ടാൽ നേരെ വിപരീതമായിട്ട് ഇവരെ ഇങ്ങനെ കൂട്ടിയോജിപ്പിച്ച് എങ്ങനെയെങ്കിലും മുസ്ലിമിനെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു ഇതാണ്. എന്നാൽ മുസ്ലിമിൽ ഇന്ന് ബാക്കി നിൽക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ പച്ചത്തെറി പറയുന്നു, അതല്ലെങ്കിൽ നുണ പറഞ്ഞ് കാപ്പട്യം സമാധാനത്തിൻ്റെ മതമാണ്, നമ്മൾ അവിടെ ജയിക്കുകയാണ്, ഇറാൻ ജയിക്കുകയാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറച്ച് വ്യക്തികൾ മാത്രം ഇസ്ലാമിന് വേണ്ടി ഇന്ന് നിലകൊള്ളുന്നത്. അതിലൊരു വ്യക്തിയാണ് ഈ സ്ത്രീ. മോശമായ രീതിയിൽ വളരെ ആരിഫ് ഹുസൈന്, അതല്ലെങ്കിൽ ജാമിദ ടീച്ചർ, ഇവരെയൊക്കെ അവഹേളിക്കുക, മോശം അവരുടെ പറയുന്ന കാര്യങ്ങൾക്ക് തിരിച്ചു പറയുകയാണെങ്കിൽ സമ്മതിക്കാം. ഇത് മോശമായി പറഞ്ഞാൽ ഇവരുടെ വിചാരം അവര് അങ്ങനെയല്ല. നെഗറ്റീവ് പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി. നിങ്ങളുടെ അവര് വിജയിക്കുകയാണ് ചെയ്യുന്നത്. ജാമിദ ടീച്ചർ ആണെങ്കിലും ആരിഫ് ഹുസൈനെ ആണെങ്കിലും നിങ്ങൾ വായ തുറന്നാൽ അവർ വിജയിക്കുകയാണ്. തന്നെയുമല്ല, ഒരു സുഡാപ്പികൾ പോലും ഈ സ്ത്രീ അവരുടെ കൂട്ടത്തിലോ ഉള്ളതല്ല എന്നോ ഉള്ളതാണ് എന്ന് പറയാൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ സ്ത്രീയുടെ ഭാഷ നമ്മൾ 26% ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പറ്റിക്കണം, എലക്ഷനും തെരഞ്ഞെടുപ്പിലും പറ്റിക്കണം, അവരുടെ വ്യവസായങ്ങളിലും വ്യാപാരങ്ങളിലും പറ്റിക്കണം, ചതിച്ചും കാപ്പറ്റ്യത്തിലൂടെ നമ്മൾ വീണ്ടും ഒത്തൊരുമിച്ച് നിൽക്കണം എന്നാണ് ഈ സ്ത്രീയുടെ ഭാഷ. സുഡാപ്പികൾ പറയേണ്ടത്, അല്ലെങ്കിൽ മുസ്ലിം ഇതിൽ പറയേണ്ടത്, ഈ സ്ത്രീ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണോ? കൂട്ടത്തിൽപ്പെട്ടതാണെങ്കിൽ നിങ്ങളിൽ അങ്ങനെ സാധാരണമായിട്ട് ഇപ്പം നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി ലീഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീ പുറമേ വരുന്നത് വളരെ കുറവാണ്. അതിന് വിപരീതമായിട്ട് ഈ സ്ത്രീ വരുമ്പോൾ ഇതിൻ്റെ താഴെ ഈ സ്ത്രീയെ പ്രോത്സാഹിപ്പിച്ച് വരുന്ന കമൻറ്റുകളൊക്കെ മുസ്ലിം നാമധാരികളാണ്. നന്നായി എന്നുള്ളത്. ഈ സ്ത്രീ തട്ടമിട്ടിട്ടില്ല. അത് അനുവദനീയമാണോ? അതുമല്ലെങ്കിൽ ഈ സ്ത്രീ പറയുന്ന ഭാഷ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണോ? ഒന്നില്ലെങ്കിൽ എതിർത്ത് പറയണം. അതല്ലാതെ നിങ്ങളുടെ ഭാഗമാക്കിയിട്ട് ഈ സ്ത്രീ പറയുന്നത് ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഈ സ്ത്രീ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ശിവലിംഗത്തെ കുറിച്ചുള്ള വളരെ മോശമായിട്ടാണ്. ഹൈന്ദവ സഹോദരങ്ങളുടെ വിശ്വാസമാണത്. നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. എന്നാൽ അവഹേളനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവഹേളനം, ശിവലിംഗത്തെ കുറിച്ച് വളരെ അവഹേളനപരമായിട്ടാണ് സ്ത്രീ പറഞ്ഞത്. യേശു ക്രിസ്തുവിനെ യേശപ്പൻ്റെ പണിയ, അങ്ങനെയുള്ള ഭാഷയാണ് ഈ സ്ത്രീ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ, കേരള പൊതുസമൂഹത്തിൽ അനുവദനീയമാണോ? ഇതിന് നിയമപരമായിട്ട് ഇതിന് ഒന്നും കേസ് കൊടുക്കാനൊന്നും ആരുമില്ല. ഇവരെ പ്രതിരോധിക്കേണ്ട, ഇവർ പറയട്ടെ. കാരണം ഇവർ പറയുമ്പോൾ ഇവരുടെ വിശ്വാസത്തിന്റെ കാപ്പട്യം പുറത്തു വരുന്നതുകൊണ്ട് ഇവർ പറയട്ടെ. മുസ്ലിം സമുദായത്തിനെ പ്രതിനിധീകരിച്ചാണ് ഈ സ്ത്രീ പറയുന്നതെന്നുള്ളത് മുസ്ലിം സഹോദരങ്ങൾ മറക്കരുത്. ഇതിന് കമന്റ് എഴുതുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരും. അതിലൊരു വ്യക്തി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അനിൽ മുഹമ്മദ്, എല്ലാവരും കൈയടിച്ച് പറയൂ സ്ത്രീയെ എന്നും പറഞ്ഞ് കൈയടിച്ച് കൊണ്ടുനടക്കുക.
ഇതാണോ? കാരണം അനിൽ മുഹമ്മദിന്റെ തനിനിറം പുറമെ വന്നത് ഈ സ്ത്രീയെ പ്രോത്സാഹിപ്പിച്ചാണ്. കാരണം അത്ര നാള് അനിൽ മുഹമ്മദ് മതേതരത്വം, സാഹോദര്യം, ജനാധിപത്യം എന്നൊക്കെ ഘോരം ഘോരം പ്രസംഗിക്കും. എന്നാൽ അവരുടെ അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള ഇത് ഈ സ്ത്രീയെ പ്രോത്സാഹിപ്പിച്ചോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ കള്ളി പുറത്തായി. തന്നെയുമല്ല ഇവര് എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നു. കാരണം ശ്രദ്ധ പിടിച്ചു പറ്റാനും വ്യൂസ് കൂട്ടാനും വേണ്ടി അവഹേളിക്കുക, മതങ്ങളെയും വിശ്വാസങ്ങളെയും അവഹേളിക്കുക, എന്നിട്ട് തെറ്റായ മുസ്ലിം ചിന്താഗതി ഉണ്ടാക്കി കൊണ്ടുവരാം. മുസ്ലിമുകൾ 26% ഉള്ളൂ, മറ്റുള്ളവർ സംഘടിക്കുന്നില്ല എന്നുള്ളത് അവര് നിങ്ങൾ അവരോട് സ്നേഹമെന്നും മതേതരത്വം പറഞ്ഞ് പറ്റിക്കുന്നതാണ്. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പറ്റിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാപ്പട്യം വളർത്താൻ സാധിക്കുന്നത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ സ്ത്രീ നിങ്ങളുടെ അംഗമാണോ, നിങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണോ എന്ന് മുസ്ലിം സമുദായങ്ങൾ ഒന്ന് പുറമെ പറഞ്ഞാൽ നന്നായിരുന്നു. വളരെ വഷളാണ് ആ സ്ത്രീ. ആ സ്ത്രീയുടെ എങ്ങനെയാണ് കുടുംബത്ത് കയറ്റുന്നതെന്ന് പോലും അറിയില്ല. അത്ര വഷള് വർത്താനാണ് ഈ സ്ത്രീയുടെ വായേന്ന് വീഴുന്നത്. ഇതിലും പഞ്ഞായിട്ട് ഞാൻ തെറി പറയും, ഞാൻ നന്നായിട്ട് തെറി പറയും. പക്ഷെ നമ്മളിങ്ങനെ സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് തെറി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചറ സ്വഭാവം, തനി കുതിര കച്ചറ സുഡാപ്പി സ്വഭാവമാണ് ഈ സ്ത്രീയുടെ ചിന്താഗതി. എന്നോട് വേറൊരു വ്യക്തി പറഞ്ഞത്, ഈ സ്ത്രീ മുൻകാലങ്ങളിൽ ക്ലബ് ഹൗസിലൊക്കെ പോയിട്ട് മുസ്ലിമിനെതിരെ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചു. ഇപ്പൊ എന്ത് സ്വാധീന വലയത്തിലാണ് ഈ സ്ത്രീ ഇങ്ങനെ മുസ്ലിമിന് വേണ്ടി എന്തൊക്കെയോ പറഞ്ഞ് വഷളത്തരം പറഞ്ഞിരിക്കുന്നെന്നുള്ളത് നമ്മൾ യൂട്യൂബിൽ കണ്ട് ചർച്ച ചെയ്യണം. അതിന് മുസ്ലിം സഹോദരങ്ങൾ ഒരു ഉത്തരം നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.